കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിച്ചാലും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആവേശവും ഒക്കെ ഇങ്ങനെ തണുത്തു പോകും അല്ലേ? എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ചെയ്യാതിരിക്കുന്നതും ചെയ്യാൻ കഴിയാതിരിക്കുന്നതും ഒരുപോലെയല്ലാതെ. ചില ആളുകൾ ചെയ്യാതിരിക്കും, അത് മടികൊണ്ടാണ്. ചില ആളുകൾ ചെയ്യാൻ കഴിയാതിരിക്കും, അത് മടികൊണ്ടല്ല. ഒരാൾ ഉള്ളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഉള്ളിലൊരു യുദ്ധം നടക്കുന്നുണ്ട് ആ സമയത്ത്. രാത്രി ചിലതൊക്കെ ചെയ്തു തരാമെന്നോ രാവിലെ ഇന്നതൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവസ്ഥകൾ അത്രയും കഠിനമാകുമ്പോൾ അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ഞാൻ ജനിച്ച് അനിയത്തിമാരില്ലാത്തൊരു വീട്ടിലുണ്ട്. ഞങ്ങൾ 4 ആൺകുട്ടികളില്ല. അതുകൊണ്ടൊരു പെണ്ണ് കടന്നു പോകുന്ന അവസ്ഥകളൊന്നും എനിക്കറിയില്ലായിരുന്നു. സീരിയസ്ലി എനിക്കറിയില്ലായിരുന്നു. ഉമ്മ അതൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല. വളരെ തന്ത്രപൂർവ്വം ഉമ്മ അതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാവും. ഞാനിതൊക്കെ അറിയുന്നത് പിന്നെ കുറേയൊക്കെ ചങ്ങാതിമാരിൽ നിന്നാണ്. ഈ പുരുഷന്മാരുടെ ഒരു നിര്യോഗമുണ്ട്, ആൺകുട്ടികളുടെ ഒരു നിര്യോഗമുണ്ട്. എന്താ പറയുക, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ രഹസ്യം അത് ശരീരത്തെ കുറിച്ചുള്ള കാര്യമാണ് അല്ലേ? ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ രഹസ്യം ശരീരത്തെ കുറിച്ചുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി അത് അറിയുന്നത് മിക്കവാറും അവളുടെ ഉമ്മയിൽ നിന്നായിരിക്കും, അമ്മയിൽ നിന്നായിരിക്കും. കാരണം അവളൊരു മുതിർന്ന കുട്ടിയാകാൻ തുടങ്ങുന്ന സമയം മുതൽ അമ്മ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ? പക്ഷെ ആൺകുട്ടികൾ കിടന്ന് അറിയാറുള്ളതിൽ കഴിയും. അവന്റെ ചങ്ങാതിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും മോശം ആളുകളിൽ നിന്നാണ് അവനിത് ആദ്യമായി കേൾക്കുന്നത്. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചും പിന്നെ എതിരെയുള്ള ശരീരത്തെക്കുറിച്ചുള്ള അവന്റെ കുറെ ധാരണകളുണ്ട്. 60-ാമത്തെ വയസ്സിലും 70-ാമത്തെ വയസ്സിലും അവൻ അതിനെക്കുറിച്ചുള്ള ക്യൂരിയോസിറ്റി തീരുന്നു. അവന്റെ ഉള്ളില് മുതിരാത്ത ഒരു 15 വയസ്സുകാരൻ എപ്പോഴും ഉണ്ടാവും. കാരണം അവനത് കിട്ടിയ സോഴ്സ് ശരിയല്ല. അവന്റെ ചങ്ങാതിമാരുടെ കൂട്ടത്തില് ഏറ്റവും മോശം ചങ്ങാതിമാരുടെ അടുത്തു നിന്നാണ് അവന് ശരീരത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത്. ഉമ്മ പറഞ്ഞിട്ടില്ല, വാപ്പ പറഞ്ഞിട്ടില്ല, കാക്കന്മാര് പറഞ്ഞിട്ടില്ല, ഇത്താത്തമാര് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ആൺകുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊരു മുതിർന്ന പെൺകുട്ടിയായ സമയത്ത് നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങളുടെ ആങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ശരീരത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ? അതിന് തെറ്റിയിരിക്കുന്നത് പറഞ്ഞു. പിന്നെ മോന് അത്യാവശ്യം ഇങ്ങനെ 9 വയസ്സ് 10 വയസ്സുകാരുന്ന സമയത്ത് തന്നെ അവന് പിന്നെ പീരിയഡ്സിനെ കുറിച്ചും ഇങ്ങനത്തെ കാര്യത്തെ കുറിച്ചൊക്കെ, ഉമ്മച്ചിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഉമ്മച്ചിക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന തളർച്ചയെ കുറിച്ചും ബ്ലീഡിങ്ങിനെ കുറിച്ചൊക്കെ അവനറിയാം. അപ്പൊ അതൊക്കെ അവനോട് ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ അവള് എന്നോട് പറഞ്ഞതാണ്. അവൻ എന്നോട് പറഞ്ഞു, പിന്നെ എന്റെ കുട്ടികൾ അറിയേണ്ടത് അവന്റെ ചങ്ങാതിമാരുടെ അടുത്തു നിന്നല്ല, ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൻ അറിയേണ്ടത് അവന്റെ ഉമ്മയുടെ അടുത്തു നിന്നാണ്. ഇനി അവന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചും, സുഹൃത്തുക്കളായും ഇണയായും അവന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെ കുറിച്ചും അവന്റെ ഉള്ളിൽ ഒരു ആദരവുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അവർ കടന്നു പോകുന്ന അവസ്ഥകളെ കുറിച്ച്, അവളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന രക്തമാണത്, ആ സമയത്ത് അവൾ കടന്നു പോകുന്ന കഠിനമായ സമയത്തെ കുറിച്ച് എന്റെ മോൻ എന്റെ അടുത്ത് നിന്നറിയണം. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ആൺകുട്ടികൾക്ക് ഇതിനുള്ള ഭാഗ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ രഹസ്യം തന്ത്രപൂർവ്വം മറച്ചു പിടിച്ചു. അതുകൊണ്ടുണ്ടായതെന്താ? തെറ്റായ സോഴ്സിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള അറിവുകളുണ്ടായി, ശരിയല്ലാത്ത രീതിയിലുള്ള ക്യൂരിയോസിറ്റികൾ വളർന്നു. 70-ാമത്തെ വയസ്സിൽ അവന്റെ ഉള്ളിലെ 15 വയസ്സുകാരൻ മുതിരാതെ വളരാതെ ബാക്കിയാവുകയും ചെയ്യുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ശക്തരായ മനുഷ്യന്മാർ സ്ത്രീകളുണ്ട്. അവരുടെ അത്ര ക്ഷമിക്കാൻ കഴിയുന്ന മനുഷ്യർ. എനിക്ക് വളരെ കുറച്ച് ആളുകളെ അടുത്ത് പരിചയമുള്ളൂ സ്ത്രീകളുടെ. ഞാൻ പറഞ്ഞു എനിക്ക് അനിയത്തിമാരൊന്നുമില്ല. പിന്നെ അനിയത്തിമാരെ പോലെ ഉണ്ടായിരുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടികളായിരുന്നു, നിഷില എന്നാണ്.
ഞങ്ങൾ ഒരുമിച്ച് എല്ലാ സമയത്തുണ്ട്. ഒന്നുകിൽ അവളുടെ വീട്ടിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ പറഞ്ഞു, അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഒരു ദിവസം എന്തോ ഒരു വഴക്കുണ്ടായിട്ട് ഞാൻ അവളെ ഉപദ്രവിക്കുക പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൾ കരഞ്ഞിട്ട് അവൾ ഓടിയത് അവളുടെ ഉമ്മയുടെ അടുത്തേക്കല്ല, എന്റെ ഉമ്മയുടെ അടുത്തേക്ക്. അവൻ എന്നെ എന്തോ പറഞ്ഞോ കേട്ടോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉമ്മ എന്നെ വിളിച്ചിട്ട് അവളുടെ മുന്നിൽ നിന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് വഴക്ക് പറഞ്ഞു, എന്നിട്ട് എന്നോട് പറഞ്ഞു, പെൺകുട്ടികളെ കരയിപ്പിക്കരുത്. അന്നൊരു 13 വയസ്സോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 11 വയസ്സൊക്കെ ആയിരിക്കും. അന്ന് എനിക്കതൊരു വാക്ക് മാത്രമാണ്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു പുരുഷന് പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ കാര്യം അവിടെ കരയിപ്പിക്കാതിരിക്കുക എന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ശക്തരായ മനുഷ്യന്മാർ സ്ത്രീകളാണ്. കാരണം നിങ്ങൾക്ക് കഴിയുന്നത്ര ക്ഷമിക്കാൻ, കാത്തിരിക്കാൻ, ഉറക്കമൊഴിക്കാൻ, സഹിക്കാൻ പുരുഷന് കഴിയുകയാണ്. അപ്പൊ നമ്മുടെ ഉമ്മ ആശുപത്രി കിടക്കുമ്പോൾ പോലും അവിടെ ആശുപത്രിയിൽ ഉറക്കമൊഴിച്ച് കൂടെ നിൽക്കാൻ പിന്നെ ഉമ്മയുടെ പെൺകുട്ടിയോടോ അനിയത്തിമാരോട് ഉണ്ടാവുക അല്ലെ. ഒരു ദിവസം ആങ്ങളെ വിളിച്ച് നിങ്ങളെന്ന് പറഞ്ഞു നോക്കും, ഒരു ദിവസം ഇവിടെ നിന്ന് നിൽക്കൂടാതെ ചോദിച്ചിട്ട് അവനെന്ന് വിളിച്ചു നോക്കും. അവൻ വരും, ഒരു ദിവസം നിൽക്കും, പിറ്റേ ദിവസം നിങ്ങൾ വിളിച്ചിട്ട് പറയും എനിക്ക് അവിടെ ഇവിടെ കൊടുന്നിട്ട് അവരവിടുന്ന് പോകും. കാരണം അവന് ഉറക്കെടുക്കാൻ കഴിയില്ല, അവന് ചിലപ്പോൾ പോകാനുണ്ടാവും. പക്ഷെ അവന് ഉറക്കമൊഴിക്കൽ, സഹിക്കൽ, ഒരു കാര്യത്തിന്റെ പിറകെ തന്നെ മടുപ്പില്ലാതെ കൂടുക എന്നുള്ളത് അവന്റെ പ്രകൃതത്തിൽ അത്ര എളുപ്പമല്ല. സാധിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ അത്ര എളുപ്പമല്ല സ്ത്രീയുടെ അത്ര. അതുകൊണ്ടാണ് വലിയ മനുഷ്യന്മാരുടെ ഒക്കെ കൂടെ പിന്നെ ഒരു സ്ത്രീ ഉണ്ടാവും. അവർക്ക് പിന്തുണയായും അവരുടെ കൂട്ടായും അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ പൂരിപ്പിക്കുന്ന ഒരാളായും അവരുടെ കൂടെ ഒരാളുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം അവന് സാധ്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, അവരെ കൊണ്ട് ആവാത്ത ചിലതുണ്ട്. അത് പൂരിപ്പിക്കാൻ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വേണം. നിങ്ങളെ ഹബീബായ റസൂലുള്ളാഹിയെ കുറിച്ച് ആലോചിച്ചു പോകും. റസൂലിന്റെ ജീവിതം വല്ലാത്ത ഒരു ജീവിതം. അങ്ങനെ ഉമ്മയില്ല, ബാപ്പയുടെ കബറ് കണ്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഉമ്മയും മോനും ഒരുമിച്ച് തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നതിനിടയിലാണ് പിന്നെ 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഉമ്മ മരുഭൂമിയിൽ വെച്ചിട്ട് മരിച്ചു പോകുന്നു. 18 വയസ്സിൽ ആ കുട്ടി അനുഭവിച്ച അനാഥത്വം എത്ര വലുതായിരിക്കും നമ്മൾ ചോദിച്ചു. ഉപ്പയെ കണ്ടിട്ടേ ഇല്ല, പിന്നെ ആകെ ഉള്ളതൊരു ഉമ്മയാണ്. ആ ഉമ്മയും പോയി. അനാഥത്വത്തിന്റെ എത്ര വലിയ ഒരു അവസ്ഥയായിരിക്കും ആ കുട്ടി ആ മരുഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടുള്ളത്. ഇ.ഡി. അബ്ദു എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു നിമിഷത്തെ കുറിച്ച് എഴുതിയ വാക്ക് ഇങ്ങനെയാണ്: അവന്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയിലെ കാറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു അനിയത്തിയില്ല, ഒരു പെങ്ങളില്ല, ഒരു താത്തയില്ല. ഇതൊക്കെയല്ലേ ഒരാളുടെ ജീവിതത്തെ ഇങ്ങനെ ഭംഗിയുള്ളതാക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതൊന്നുമില്ലല്ലോ. അനിയത്തിയുടെ കുസൃതികളില്ലാത്ത, അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതിന് വല്ലാത്ത അനുഭവം.